എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നമ്മളോട് തന്നെ സ്വയം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. എന്നാൽ ഇത് 100% ഒരു നുണയാണ്. വെൽക്കം ടു ദ 40% റൂൾ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു മനോഭാവ തന്ത്രം. നേവി സീൽ ഡേവിഡ് ഗോഗിൻസ് പ്രശസ്തമാക്കിയ 40% റൂൾ നമ്മളോട് പറയുന്നത്, എനിക്കിനി അത് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു എന്ന് മനസ്സ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ 40% ശേഷി മാത്രമേ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേസമയം ഇപ്പോഴും 60% അവശേഷിക്കുന്നു. നിങ്ങളുടെ പരിധികളെന്ന് പറയുന്നത് അവ നിങ്ങളുടെ മനസ്സിലാണ്. I'm taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a few shots. They're too toxic, need to take the noose off. Why do we quit early? എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നത്? നമ്മൾ കംഫർട്ടബിളായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങുകയും നമ്മൾക്ക് എപ്പോഴാണോ അത് ഡിസ്കംഫർട്ടായി തുടങ്ങുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന നിമിഷം നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ സിഗ്നലുകൾ നൽകും. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങളിൽ വളർച്ച സംഭവിക്കുന്നതും നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതും ഒരിക്കലും ഒരു കംഫർട്ട് സോണിലിരിക്കുന്നത് കൊണ്ടല്ല. ജീവിതത്തിൽ ദുർഘടമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓരോ മനുഷ്യരും കൂടുതൽ ശക്തരാവുന്നത്. ഹൗ ടു അപ്ലൈ ദ 40% റൂൾ. 40% റൂൾ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ? നമ്മളിൽ അവശേഷിക്കുന്ന 60% ശേഷി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ ചെറിയ രീതിയിൽ 3 പറയുകയാണെങ്കിൽ, കൈവിട്ട് പോകുന്ന നിമിഷം തിരിച്ചറിയുക. കൈവിട്ട് പോകുമെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് വെറും 40% മാത്രമേ ആയിട്ടുള്ളൂ, എനിക്കിനിയും കൂടുതൽ ചെയ്യാൻ കഴിയും. ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കുക. ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധ കൊടുത്ത് ഓരോന്നും പെർഫെക്റ്റായി കംപ്ലീറ്റായി ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ ദിവസവും നിശ്ചയിക്കുന്ന പരിധിയുടെ അധിക ദൂരം കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ, ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലെ എത്രയാണോ ചെയ്തത് അതിൽ കൂടുതൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക. നാളെ അതിലും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസവും പെർഫെക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റൂൾ 100% വർക്കാവും. നോ പെയിൻ നോ ഗെയിൻ. വൈ ഇറ്റ്സ് വർക്ക്സ്. എന്തുകൊണ്ടാണ് ഇത് വർക്കാവുന്നത്? 40% റൂൾ ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. ഓരോ തവണയും നിങ്ങളുടെ പരിധികളെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ മനസ്സിൻ്റെ ശക്തി കൂടി വർദ്ധിക്കുന്നുണ്ട്. മനസ്സ് കൂടുതൽ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്നു. ഈ 40% റൂളിനെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിലെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത തവണ പരിശ്രമിക്കുമ്പോൾ ഒരിക്കലും നിർത്തരുത്. 40% റൂളിനെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ മുന്നോട്ട് പോവുക.